കുറച്ച് സിനിമകളിലും സീരിയലുകളിലും ഒക്കെ അഭിനയിച്ചിരുന്ന ആളാണ് ഇപ്പോഴത്തെ BJP നേതാവായ കൃഷ്ണകുമാർ. പല വിഷയത്തിലും എന്താണ് കാര്യം എന്നറിയാതെ കേന്ദ്രത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആൾ കൂടിയാണ് KKG എന്നറിയപ്പെടുന്ന കൃഷ്ണകുമാർ. ജന്തർ മന്ദറിൽ സമരം നടക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞത് കാശ്മീരിലെ കല്ലേറ് നിർത്താൻ അറിയാമെങ്കിൽ ഡൽഹിയിലെ സംഘർഷം അവസാനിപ്പിക്കാനും അറിയാമെന്നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോസ്റ്റർ പങ്കുവച്ചാണ് NFDC ചെയർമാൻ കൂടിയായ കൃഷ്ണകുമാർ ഡൽഹിയിലെ നീറ്റ് പരീക്ഷാ ചോർച്ചയ്ക്കെതിരായ പ്രതിഷേധങ്ങൾക്കെതിരെ പ്രതികരിച്ചത്. നീറ്റ് ഉൾപ്പെടെയുള്ള വിവിധ മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകൾ െതിരെ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ പ്രക്ഷോഭം ഡൽഹിയിൽ കൂടുതൽ കരുത്താർജിക്കുന്ന ഒരു സമയത്താണ് കൃഷ്ണകുമാറിന്റെ പ്രതികരണം വരുന്നത്. വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമാകുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ സമ്മർദ്ദത്തിലാണെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനിടയിലാണ് കൃഷ്ണകുമാറിന്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പ് വരുന്നത്. അതിനുശേഷം വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയും ആ സമരം ലക്ഷ്യം കാണുകയും ചെയ്തിരുന്നു. കൃഷ്ണകുമാർ ആ സമരം എന്തിനാണ് നടക്കുന്നത് എന്നറിയാതെയാണ് ഈ പോസ്റ്റ് ഇടുന്നത്. കാശ്മീരിൽ വിഘടനവാദികൾ നടത്തുന്ന കല്ലേറുമായി ഇന്ത്യയിലെ യുവാക്കൾ പരീക്ഷാ പേപ്പർ ചോർന്നതിന് സമരം ചെയ്യുന്നതിനെയാണ് ഇദ്ദേഹം താരതമ്യം ചെയ്യുന്നു. ആ പോസ്റ്റിന് താഴെ ഒരാൾ കമന്റ് ചെയ്തത് 4 അക്ഷരം പഠിച്ച് പാസ്സായി ജോലി നേടിയ ഒരാളും കുടുംബത്തിൽ ഇല്ലാത്ത ഒരാൾക്ക് നീറ്റിന്റെ കാര്യം എന്ത് മനസ്സിലാവാനാണ് എന്നാണ്. അത് തന്നെയാണ് അതിനുള്ള കൃത്യമായ മറുപടി. കൃഷ്ണകുമാർ ആരാധിക്കുന്ന മോദിക്കും സർക്കാരിനും ഒരു പൊതുപരീക്ഷ നല്ല രീതിയിൽ നടത്താൻ കഴിഞ്ഞില്ല. അത് ചോദ്യം ചെയ്യുന്നവരെ കാശ്മീരിൽ കല്ലെറിയുന്ന ആളുകളുമായിട്ടാണ് ഇയാൾ താരതമ്യം ചെയ്യുന്നത്. പരീക്ഷ പേപ്പർ ചോർന്നതിനെ കുറിച്ച് ഒരക്ഷരം പോലും ഇദ്ദേഹത്തിന് പറയാനില്ല. പകരം സമരം ചെയ്യുന്നവരെ രാജ്യദ്രോഹികളാക്കി മുദ്രകുത്തുകയാണ് കൃഷ്ണകുമാർ ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുന്നത് എങ്ങനെയാണ് രാജ്യദ്രോഹമായി മാറുന്നത്? കൃഷ്ണകുമാറും സംഖ്യകളും തീരുമാനിച്ചാൽ അവർ എങ്ങനെയാണ് രാജ്യദ്രോഹികളായി മാറുന്നത്? ഇതിനു മുന്നേ ഇന്ത്യ ഭരിച്ച UPA സർക്കാരിനെതിരെ കോൺഗ്രസിന്റെ സർക്കാരുകൾക്കെതിരെ ഇവിടെ എത്രയോ സമരങ്ങൾ നടന്നിട്ടുണ്ട്. അതൊന്നും രാജ്യദ്രോഹമായി ആരും കണ്ടിട്ടില്ല. BJP സർക്കാർ ഭരിക്കുന്ന സമയത്ത് അനീതി കണ്ടാലും അക്രമം കണ്ടാലും സമരം ചെയ്യാൻ പാടില്ല എന്നൊരു ചിന്താഗതിയാണുള്ളത്. സമരം ചെയ്താൽ അവർക്ക് കിട്ടുന്നത് രാജ്യദ്രോഹ പട്ടമാണ്. കൃഷ്ണകുമാർ സാർ ആദ്യം നിർത്തേണ്ടത് സ്വന്തം വീട്ടിലെ കല്ലേറാണ്. നിങ്ങളുടെ വീട്ടിൽ കല്ലെറിയുകയോ ചീത്ത വിളിക്കുകയോ തല്ലുകൊടുകയോ ഒക്കെ ആകാം. അതെല്ലാം വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് കാശ് വാങ്ങാൻ കാണിക്കുന്ന മനസ്സ് അപാരം തന്നെയാണ്. മൊബൈലും ക്യാമറയും യൂട്യൂബും ഇൻസ്റ്റയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുമാനത്തിന് യാതൊരു കുറവും ഉണ്ടാകുകയില്ല. എന്നാൽ ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്ത് നന്നായി പഠിച്ച് മത്സര പരീക്ഷകളിൽ വിജയിച്ച് ഒരു ജോലി നേടാൻ കാത്തിരിക്കുന്ന വേറൊരു വിഭാഗമുണ്ട്. അവരുടെ സ്വപ്നങ്ങൾ തകരുമ്പോഴാണ് ഇത്തരം സമരങ്ങൾ പൊട്ടിമുളക്കുന്നത്. നിങ്ങൾക്ക് വിദ്യാഭ്യാസമോ പരീക്ഷകളോ ഇന്റർവ്യൂവോ ജോലിയോ ഒന്നും പ്രശ്നമല്ലാത്തത് കൊണ്ട് ഈ സമരമൊക്കെ അടിച്ചമർത്താൻ തോന്നും. നേരെ മറിച്ച് നാളെ ഇൻസ്റ്റയും യൂട്യൂബും നിർത്തലാക്കിയാൽ നിങ്ങൾ സമരം ചെയ്യാൻ മുൻനിരയിൽ തന്നെ ഉണ്ടാകും. എന്തായാലും നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളെങ്കിലും നിങ്ങളുടെ ഈ നിലപാടിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. മകൾ അഹാനയാണ് ഇക്കാര്യത്തിൽ സമരത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഇനി അതിൻ്റെ പേരിൽ വീട്ടിൽ നടക്കുന്ന തർക്കങ്ങളും നമുക്ക് പല വീഡിയോകളിലൂടെയും കാണാം. ലൈക്കും റീച്ചുമാണ് ഇവർക്ക് ഏറെ പ്രധാനം.